ഹലോ. അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെ നമ്മുടെ ട്രെൻഡും കാര്യങ്ങളൊക്കെ ഇത് ഫോളോ ചെയ്തു. ഇവിടെ നമുക്ക് കാണാം ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമ്മൾ വരച്ച് വെച്ച്. ആൻഡ് ഇവിടെ നിന്ന് ട്രെൻഡ് അനുസരിച്ച് കുറച്ച് മേലോട്ടാണ് പോകേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ആൻഡ് ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിലിൽ അത്യാവശ്യം ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് തന്നു. ആൻഡ് ഇത് ഡൗൺ ട്രെൻഡ് ഇങ്ങനെയാണ് തന്നേക്കുന്നത്. അതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ ഡൗൺ ട്രെൻഡ് വന്നു. നമ്മുടെ കൺസോൾട്ടേഷൻ ട്രയാങ്കിളിൻ്റെ അകത്ത് കൺസോൾട്ടേഷൻ ഏരിയയുടെ അകത്താണ് അത് ബിഹേവ് ചെയ്ത്. എങ്കിലും ഇവിടെ ഇങ്ങനൊരു റിവേഴ്സൽ തന്നു. പക്ഷേ നമുക്കിവിടെ കാണാം ഈ സപ്പോർട്ട്, ഈ റെസിസ്റ്റൻസ് ഇത് ഫോളോ ചെയ്ത് ഇവിടെയാണ് ഡൗൺ ട്രെൻഡ് വന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല രീതിയിലുള്ളൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് ചെറിയതാണ്, എന്നാലും ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചൊരു പുട്ട് ഓപ്ഷൻ, അടുത്തുള്ളൊരു പുട്ട് ഓപ്ഷൻ ഉള്ളത് ഇവിടെയാണ്. 24,200 പുട്ട് ഓപ്ഷൻ നമുക്കത് ഇവിടെ കാണാം. 24,200 പുട്ട് ഓപ്ഷൻ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് പർച്ചേസ് ചെയ്യാമായിരുന്നു. ഇവിടെ വെച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 10-15 ഒക്കെ ആകുമ്പോൾ ഒരു ഏകദേശം 20% പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാമായിരുന്നു. വെരി ഗുഡ് ട്രേഡ് ആണ് അത്. അന്ന് തന്നെ ഒന്നും കൂടി നല്ലോണം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 12-25 ഒക്കെ ആയപ്പോൾ അറൗണ്ട് ഒരു 100% പ്രോഫിറ്റിൽ നമുക്ക് ഇറങ്ങാമായിരുന്നു. അതും ഒരു അൺറിയലിസ്റ്റിക് സിറ്റുവേഷനാണ്. അതൊരിക്കലും ഒരു ആവറേജ് ട്രേഡറിന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് ഒരു 20% പ്രോഫിറ്റ് വരെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാമായിരുന്നു. നാളെ ഡെഫിനറ്റ് ഒരു അപ്പ് ട്രെൻഡാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ. 1 ഡേ ക്യാൻഡിൽ നമുക്ക് കാണാം. ഇവിടെ ഇന്നൊരു നല്ലൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് തന്നു. ആൻഡ് നല്ലൊരു റെസിസ്റ്റൻസ് ഡൗണിൽ നിന്ന് കിട്ടി നമുക്ക്. എന്നിട്ട് ഒരു അപ്പ് ട്രെൻഡ് നമുക്ക് തന്നു. ഇവിടെ നമുക്ക് കാണാം ഒരു നല്ലൊരു ഹെവി സ്ട്രോങ് അപ്പ് ട്രെൻഡ് നമുക്ക് തന്നു. അപ്പോൾ നാളെ അത്യാവശ്യം നല്ലൊരു അപ്പ് ട്രെൻഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ ഇന്ന് വരച്ചേക്കുന്നത്. ആൻഡ് ഈ പ്രൈസ് പോയിൻറ്റ്സുകളായിരിക്കും ഇത് ഫോളോ ചെയ്യുന്നത്. ആൻഡ് മേ ബി ഈയൊരു ഏരിയ നാളെയും ഇത് ചെയ്യാം, കൺസോൾട്ടേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈയൊരു സ്ട്രെച്ച് നാളെയും കിട്ടാൻ ചാൻസ് ഉണ്ട്. നാളെയും ഈയൊരു സ്ട്രെച്ച് നമുക്ക് നാളെ കൺസോൾട്ടേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഓപ്പൺ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഓപ്പൺ ആവുകയാണെങ്കിൽ ഇത്രയും കൂടി ഒന്ന് കയറിയിട്ട് ദെൻ അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പണായി ഇത്രയും വരെ എത്തിയിട്ട് നമുക്കൊരു ചെറിയ കൺസോൾട്ടേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ. ആൻഡ് ഈ പ്രൈസ് പോയിൻറ്റുകൾ നമുക്കൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഞാൻ അത് പ്രോപ്പറായിട്ട് വാട്സപ്പ് ചാനലിൽ ലിസ്റ്റ് ചെയ്തേക്കാം. ആൻഡ് നോക്കാം കേട്ടോ എല്ലാവരും. ഓക്കെ.